നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. അടുത്ത ഒരു കളിയിലേക്ക് ബാഴ്സലോണ ബാക്കി വെച്ചില്ല. ഈ കളിയിൽ തന്നെ റയൽ മാഡ്രിഡിനെ തീർത്ത് ബാഴ്സലോണ ലാലിഗ കിരീടം ചൂടിയിരിക്കുന്നു. എതിരില്ലാത്ത 2 ഗോളിനാണ് ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ ഇല്ലാതാക്കിയത്. കളിയുടെ തുടക്കത്തിൽ തന്നെ 9ാമത്തെ മിനിറ്റിൽ റാഷ്ഫോർഡിലൂടെയും 18ാമത്തെ മിനിറ്റിൽ ഫെറാൻ ടോറസിലൂടെയും. ആദ്യ 20 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ കളി ഏതാണ്ട് തീരുമാനമായിരുന്നു. 9ാമത്തെ മിനിറ്റിൽ റാഷ്ഫോർഡ്, 18ാമത്തെ മിനിറ്റിൽ ഫെറാൻ ടോറസ്, അങ്ങനെ 2 ഗോൾ അടിച്ച് റയൽ മാഡ്രിഡിനെ എല്ലാ അർത്ഥത്തിലും കീഴടക്കി. തുടർച്ചയായി 2ാമത്തെ തവണയും ബാഴ്സലോണ ലാലിഗ കിരീടം ചൂടി. വലിയ നിലയിൽ റയൽ മാഡ്രിഡ് വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടായിരുന്നു. ഡ്രസ്സിംഗ് റൂമിലെ അടി, വാൽവർദയുടെ തല അടിച്ചു പൊട്ടിച്ചത് ചൗമേനി, അങ്ങനെയുള്ള പ്രതിസന്ധികൾ, കിലിയൻ എംബാപ്പയ്ക്കെതിരെ ആരാധകരുടെ വലിയ പ്രതിഷേധം, എംബാപ്പയെ ഒഴിവാക്കണമെന്ന ആവശ്യം, ഇങ്ങനെ പല പ്രതിസന്ധികൾക്കിടയിലാണ് റയൽ മാഡ്രിഡ് കളിക്കാനിറങ്ങിയത്. അത് എല്ലാ അർത്ഥത്തിലും കാണാനുണ്ടായിരുന്നു. കളിയിൽ ബാഴ്സലോണ ശരിയാം വിധം ആ സാഹചര്യങ്ങളെ ചൂഷണം ചെയ്ത് എതിരില്ലാത്ത 2 ഗോളിന് റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ച് വീണ്ടും ഒരിക്കൽ കൂടി ലാലിഗ കിരീടം ചൂടി. എന്തു തന്നെ ആയാലും റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കിരീട വരൾച്ച തുടരുകയാണ്. അടുത്ത കാലത്തൊന്നും ഒരു കിരീടം അവർ നേടിയിട്ടില്ല. ഇനി ഈ കാത്തിരിപ്പാണ്. ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഇനിയും കൂടുതൽ കാലം, എത്ര കാലം എന്നറിയില്ല. കാരണം ഈ നിലയിലാണ് റയൽ മാഡ്രിഡ് പോകുന്നതെങ്കിൽ ക്ലബിനകത്തെ പ്രതിസന്ധികൾ അതിരൂക്ഷമാണ്. ഈ പ്രതിസന്ധികൾ തീരാതെ ടീം എന്ന നിലയിൽ അവർക്ക് ഒന്നിച്ചു പോകാൻ കഴിയില്ല.